الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത, എപ്പോഴും ഏത് സമയത്തും എവിടെയും വെച്ച് പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നാം ശ്വസിക്കുന്ന വായു, നാം കുടിക്കുന്ന വെള്ളം, നാം ഉപയോഗിക്കുന്ന തീ, നമുക്ക് ഭൂമിക്ക് മേലെ നിവർന്നു നടക്കാൻ ആവശ്യമായ രീതിയിൽ ഭൂമിയെ ഗുരുത്വാകർഷണ വലയം കൊണ്ട് സംവിധാനിച്ചത്, ഭൂമിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വസ്തുക്കളെ നശിപ്പിക്കാനുള്ള, നശീകരിക്കാനുള്ള സ്വഭാവം, അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന അതിവിനാശകാരികളായ മാരക പ്രകടനശക്തിയുള്ള അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്ന ഓസോൺ പാളികൾ തുടങ്ങി ഈ കാണുന്ന സകല വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യന് വേണ്ടിയിട്ടാണ്. ചുരുക്കത്തിൽ മനുഷ്യന്റെ മുഖത്ത് വല്ലപ്പോഴും വട്ടമിട്ട് പറഞ്ഞ് അവനെ ശല്യം ചെയ്യുന്ന ഒരു ഈച്ചയെയോ കടിച്ച് ശല്യം ചെയ്യുന്ന ഒരു കൊതുകിനെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. അത് മനുഷ്യന് വേണ്ടിയിട്ടല്ലാതെ. വമാ വല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ വല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. ഭൂമിയിലുള്ള സകല വസ്തുക്കളെയും സംവിധാനിച്ചത്, സൃഷ്ടിച്ചത് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യന് വേണ്ടിയിട്ടാണ്. അങ്ങ് വിദൂരതയിൽ ആമസോണും കൊടുങ്കാട്ടി, എന്നാൽ പഴങ്ങളും പച്ചിലകളും കാട്ടുജീവികളെയും ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ആദിവാസിയെയോ ഒരു കാട്ടുവാസിയെയോ ഒരു ആദിമ മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു പ്രാകൃത മനുഷ്യനെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടല്ലാതെ? അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അത് നമുക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യന് വേണ്ടിയിട്ടാണ്. എന്നാൽ എല്ലാ മനുഷ്യനെയും സൃഷ്ടിച്ചത് അത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അദ്ദുആ ഹുവൽ ഇബാദ. ഇബാദത്ത് എന്ന് പറഞ്ഞത് ദുആയാണ്. എന്താണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്? ആരാധനയാണ് നമ്മുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ആ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദുആയാണ്. അദ്ദുആ ഹുവൽ ഇബാദ. ദുആയാണ്, അത് തന്നെയാണ് ആരാധന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയതാകട്ടെ, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. അതെ, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉനി, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നോട് ദുആയിരക്കണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ആയത്തിൽ തുടർത്തിയത്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോട് ഇബാദത്ത് ചെയ്യുന്നെന്ന് ആരെങ്കിലും അഹങ്കാരം നടിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, അവർ നിന്ദ്യരായി അതിമ്ലേച്ഛന്മാരായി നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്നാണ്.
ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ആദ്യം പറഞ്ഞത്? ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ദുആയിരക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതേ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തുന്നത് എന്താ? ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നെ ഇബാദത്ത് ചെയ്യൽ നിന്ന് അഹങ്കാരം നടിച്ചു. അപ്പൊ ദുആ എന്താണ്? അത് ഇബാദത്താണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് ഓതിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദുആ ഹുവൽ ഇബാദ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ദുആയാണ്. ഇബാദത്തിന്റെ സകല സീമകളും ഉൾക്കൊള്ളുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അത് ദുആയാണ്, അത് പ്രാർത്ഥനയാണ്. അതുപോലെ ഒരുപാട് ആയത്തുകളുണ്ട്. ഇപ്പൊ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ മല്ല യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറ്റവും വലിയ വഴി പിഴച്ചവൻ ആരാണുള്ളത്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഇവരുടെ ദുആയെ തൊട്ട് അവർ അശ്രദ്ധാലുക്കളാണ്. അപ്പൊ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ഏതൊക്കെ മനുഷ്യന്മാരുണ്ടോ, ആരെയൊക്കെയാണ് അവർ വിളിച്ചു തേടുന്നത്? ഇവരുടെ ദുആയെ കുറിച്ച് ആ വിളിച്ച് തേടപ്പെടുന്നവരെന്താണ്? അവർ തികച്ചും അശ്രദ്ധാലുക്കളാണ്. അവരറിയുന്നില്ല, അവർ കേൾക്കുന്നില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആനെ പറ്റി പറഞ്ഞെടുത്ത് പറയാണ് വൈദാ ഉശിറ അന്നാസു കാനൂ ലഹും അഅദാ വകാനൂ ബിഇബാദത്തി കാഫിരീൻ. ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടും. ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഇവർ ചെയ്ത ദുആയെ അവർ നിഷേധിക്കും എന്ന് പറയുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇവർ ചെയ്ത ഇബാദത്തിനെ അവർ നിഷേധിക്കും. ഇവർ ചെയ്ത ഇബാദത്തിനെ അവർ നിഷേധിക്കും. ആ ഇബാദത്ത് എന്താ? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഇവർ ചെയ്ത ദുആയാണ്. ഇവരുടെ ദുആയെ തൊട്ട് അവർ അശ്രദ്ധാലുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്ത ദുആയെ അവർ നിഷേധിക്കും എന്ന് പറയുന്നതിനപ്പുറം ഇവർ ചെയ്ത ഇബാദത്തിനെ അവർ നിഷേധിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരന്മാരെ, എന്താണ് ഇത് പഠിപ്പിച്ചു തരുന്നത്? ദുആയ എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. ഇബാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ദുആയാണ്. അത് സംബന്ധമായി ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്. ഖുൽ ഇന്നി നുഹീതു അൻ അഅ്ബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബിയെ പറയണം, ഇന്നി നുഹീതു, എനിക്ക് വിലക്കേർക്കപ്പെട്ടിരിക്കുന്നു, എന്നെ വിലക്കിയിരിക്കുന്നു, എന്നെ തടഞ്ഞിരിക്കുന്നു, അൻ അഅ്ബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് തേടപ്പെടുന്നവരെ ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് എന്നെ തടഞ്ഞിരിക്കുന്നു. കണ്ടാ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് തേടപ്പെടുന്നവരെ ഇബാദത്ത് ചെയ്യുന്നതിനെ പെട്ട് എന്നെ തടഞ്ഞിരിക്കുന്നു. അതെന്താണ് വിളിച്ച് തേടപ്പെടുക എന്ന് പറഞ്ഞാൽ? എന്താ? അത് ഇബാദത്താണ്. ലമ്മാ ജാനിയൽ ബയ്യിനാതു മിർ റബ്ബി, എന്റെ റബ്ബിൽ നിന്ന് എനിക്ക് വ്യക്തമായ പ്രമാണം വന്ന് കിട്ടിയിരിക്കെ, ഖുർആൻ വന്ന് കിട്ടിയിരിക്കെ, വ്യക്തമായ തെളിവ് വന്ന് കിട്ടിയിരിക്കെ, വഉമിർതു അൻ ഉസ്ലിമ ലിറബ്ബിൽ ആലമീൻ, ഞാൻ കൽപ്പിക്കപ്പെട്ടത് ഒന്നാം നമ്പർ മുസ്ലിം ആകാൻ വേണ്ടിയിട്ടാണ്. ലോകങ്ങളുടെ റബ്ബിന്റെ മുന്നിൽ വളരെ കൃത്യമായി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എന്നെ വിലക്കിയിരിക്കുന്നു. ഏത്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അതുവഴി അവർക്ക് ചെയ്യുന്ന ഇബാദത്ത് എന്ന സംഗതി അത് എന്നെ വിലക്കിയിരിക്കുന്നു എന്നാണ്. സഹോദരന്മാർ, അതുകൊണ്ടാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഅഅ്തദിലുക്കും വമാ തദ്ഊന മിൻ ദൂനില്ലാ, ഞാൻ നിങ്ങളെ വിട്ടേഞ്ഞ് പോവുകയാണ്. അല്ലാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര ആൾ നിങ്ങളെ കൂട്ടത്തിൽ അല്ലേ? നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സകലത്തിനെയും ഞാൻ ഉപേക്ഷിച്ച് പോവുകയാണ്. വഅദൂ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ദുആയിരിക്കുകയുള്ളൂ. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ, ഞാൻ എൻ്റെ റബ്ബിനോട് ദുആയിരുന്നിട്ട് ഭാഗ്യം കെട്ടവനാകാതിരുന്നേക്കാം. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആയിരിക്കുള്ളൂ. അവനോട് ദുആയിരുന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവനോട് മാത്രമേ ഞാൻ ദുആയിരിക്കുകയുള്ളൂ. അവനോട് ദുആയിരുന്നിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനാകാതിരുന്നേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫലമ്മ ഇഅ്തസലകും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിന്റെ പുറമെ ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് അദ്ദേഹം മാറിപ്പോയപ്പോ, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് അദ്ദേഹം മാറിപ്പോയപ്പോ, വഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ വകുല്ലൻ ജഅൽനാ നബിയ്യ, നാം അവർക്ക് അദ്ദേഹത്തിന് ഇസ്ഹാഖിനെയും യാഖൂബിനെയും പ്രദാനം ചെയ്തു, എല്ലാരെയും നാം എന്താക്കി? നബിയാക്കി മാറ്റി തീർത്തു. ഇവിടെ ദുആയെ പറ്റി പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്ന അടിസ്ഥാനപരമായ സംഗതി എന്താണ്? അത് ഇബാദത്താണ്, അടിസ്ഥാനപരമായ ഘടകമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദുആ ഹുവൽ ഇബാദ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദുആയാണ്, അത് ചില്ലറ സംഗതിയല്ല.
സഹോദരന്മാരെ, ഇബാദത്ത് സ്വയം ദുആയ ആകുന്നതോടൊപ്പം മറ്റ് എല്ലാ ആരാധനയിലും എന്തുണ്ടാകേണ്ടതുണ്ട്? അത് ദുആയ ഉണ്ടാകേണ്ടതുണ്ട്. ദുആ ഇല്ലാത്ത ഇബാദത്തുകൾ എന്തായി പോകും? അത് പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവന് നാശം. അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധാലുക്കളാണ്. അല്ലദീന ഹും യുറാഊൻ, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ സാധാരണഗതിയിൽ സുബി എത്ര മണിക്ക് എഴുന്നേൽക്കണം? സുബി ജമാഅത്ത് 6 മണിക്കാണ്, ഏകദേശം 6 മണിക്കാണ്, 5:55 6 മണിക്കാണ്. ഒരു 5:30 മണിക്കെങ്കിലും എഴുന്നേൽക്കണം, എങ്കിലും ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ആ സമയത്തെങ്കിലും എഴുന്നേറ്റിട്ട് നിസ്കരിക്കണം. അല്ലാതെ ഒരു 7:30 മണിക്ക് നിസ്കരിക്കുന്നു ഒരാൾ പതിവായി, അയാൾ 7:30 മണിക്കാണ് എഴുന്നേൽക്കുന്നത്, എന്നിട്ട് 7:30 മണിക്ക് അയാൾ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ 8 മണിക്ക് നിസ്കരിക്കുന്നു പതിവായി. എന്താ അയാൾ ചെയ്യുന്നത്? അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ, അയാളുടെ നിസ്കാരത്തെ കുറിച്ച് അയാൾ അശ്രദ്ധാലുവാണ്. നിസ്കരിക്കണതേ ഉള്ളൂ, പക്ഷെ നിസ്കാരം ഉണ്ട്. നിസ്കാരം എങ്ങനെയാണ്? തികച്ചും അശ്രദ്ധാലുവായിട്ടാണ്. കല്യാണം വന്നാൽ നിസ്കാരമില്ല, മംഗലം വന്നാൽ നിസ്കാരമില്ല, വീട്ടിക്കുള്ളിൽ വന്നാൽ നിസ്കാരമില്ല, അല്ലെ, എന്തെങ്കിലും തിരക്കുണ്ടായ നിസ്കാരമില്ല. അങ്ങനെയുള്ള നിസ്കാരക്കാർ ഫവൈലുൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് തന്നെയാണ് നാശം. എന്താണ് ആ നാശത്തിന്റെ കാരണം? നിസ്കാരത്തെ കുറിച്ച് അവർ അശ്രദ്ധാലുക്കളാണ്. സഹോദരന്മാരെ, ഇങ്ങനെ നിസ്കരിക്കൽ നിന്ന് എന്താ മാറിപ്പോയത്? അത് ദുആയാണ്. ദുആ ഉണ്ടെങ്കിൽ 5:30 മണിക്ക് തന്നെ എഴുന്നേൽക്കും, അല്ലെങ്കിൽ ഒരു 5:15 എഴുന്നേൽക്കും, എന്നിട്ട് ഒന്ന് ചെയ്യും, പള്ളിയിലേക്ക് പുറപ്പെടും. അല്ലെങ്കിൽ എന്തു വന്നാലും ആ സമയം പെട്ടിട്ട് അയാൾ കളിക്കൂല. അപ്പൊ ദുആ അയാളിൽ നിന്ന് മാറിപ്പോയപ്പോ അയാളിൽ ഇബാദത്ത് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇബാദത്ത് എന്തായിപ്പോയി? ഫലശൂന്യമായി പോയി, അർത്ഥശൂന്യമായി പോയി. അതുപോലെയുള്ള ഒരുപാട് സംഗതികൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫമക്കാന യർജു ലിഖാ റബ്ബി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബി അഹദ. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ അവർ നല്ല സൽക്രമം ചെയ്തു കൊള്ളട്ടെ, അവന്റെ ഇബാദത്തിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ വല്ലാത്തൊരു പ്രതീക്ഷ, അല്ലാഹുവിനുള്ള പ്രതീക്ഷ, അല്ലാഹുവിനുള്ള തേട്ടം. ആ അമലു സാലിഹീൻ എപ്പോഴും അവനുണ്ടായിരിക്കണം, എപ്പോഴും അവന് വെച്ചു പുലർത്തണം എന്നുള്ളതാണ്. ഒരിക്കലും ഒരു സദസ്സിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ മസീഹ് ദജ്ജാലിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും വ അഖൂഫു അലൈക്കും മിൻദി മിനൽ മസീഹ് ദജ്ജാൽ, ഞാൻ നിങ്ങൾക്ക് മസീഹ് ദജ്ജാലിനേക്കാൾ നിങ്ങൾ ഭയപ്പെടുന്ന ഒരു സംഗതി പറഞ്ഞു തരട്ടെയോ? അപ്പോൾ സഹാബികൾ പറഞ്ഞു, ഖാലു ബല ഖാല അശ്ശിർകുൽ ഖഫി, അത് ലഘുവായ ശിർക്കാണ്. യഖൂമു റജുലു യുസല്ലി ഫയുസയ്യിനു സലാതഹു ലിമാ യറാ മിൻ നദരി റജുൽ, ഒരാൾ നിസ്കരിക്കുന്നു, പക്ഷേ നിസ്കാരത്തെ അയാൾ ഭംഗി കൂട്ടുന്നു മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളിൽ മസീഹ് ദജ്ജാൽ വരുന്നതിനേക്കാൾ ഞാൻ നിങ്ങളിൽ ഭയക്കുന്ന സംഗതിയാണെന്ന് പറയുകയാണ്. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ? നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരം മറ്റുള്ളവർക്ക് വേണ്ടി ഭംഗി കൂട്ടുക, മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി മാത്രം ഖുർആൻ പാരായണം ഭംഗി കൂട്ടുക, മറ്റുള്ളവരെ എന്നെപ്പറ്റി നല്ലത് പറയണമെന്ന രീതിയിൽ മാത്രം ഇബാദത്ത് കാട്ടിക്കൂട്ടുക. അതെന്താണ്? അത് ശിർക്കുൽ ഖഫി, ലഘുവായ ശിർക്കാണ്. എന്താണ് ഈ മനുഷ്യർക്ക് മാറിപ്പോയത്? അത് ദുആയാണ്. ദുആയാണ് അല്ലാഹുവിനെ സമർപ്പിക്കേണ്ട ദുആ, അല്ലാഹുവിനെ സമർപ്പിക്കുന്ന പ്രതീക്ഷ, അത് മറ്റു പല രൂപത്തിലേക്കും മാറിപ്പോയപ്പോ ആ ഇബാദത്ത് എന്തായിപ്പോയി? ആ ഇബാദത്ത് പൊളിഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കുൽ മാ യഅബു ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങൾ റബ്ബിനോട് ദുആയിരിക്കുന്നില്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങൾക്ക് എന്ത് പരിഗണനയാണ് നൽകേണ്ടത്? നിങ്ങളുടെ റബ്ബിനോട് ദുആയിരിക്കുന്നില്ല, റബ്ബിൽ നിങ്ങൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നില്ല, എന്ത് പരിഗണനയാണ് എന്റെ റബ്ബ് നിങ്ങൾക്ക് തരേണ്ടത്? നിങ്ങൾ കളവാക്കി കളഞ്ഞു, നിങ്ങൾ ഇത് ദുആയ പോയി നിങ്ങളുടെ പല കാട്ടിക്കൂട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ പക്കത്ത് കസ്സബ്തും, നിങ്ങൾ എന്താക്കി കളഞ്ഞു? നിങ്ങൾ കളവാക്കി കളഞ്ഞു. ഫസൂഫ യകൂനു ലിസാമ, അതിനാൽ അതിനുള്ള ശിക്ഷ അനിവാര്യമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സമ്പൂർണമായ അള്ളാഹുവിന്റെ മാപ്പിങ്ങിൽ ലോകത്ത് ആദ്യമായ ഒരു പള്ളി പടുത്തുയർത്തിയപ്പോ അവരുടെ പ്രാർത്ഥന പോലും എന്തായിരുന്നു? ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹു ഇത് നമ്മളിൽ നിന്ന് സ്വീകരിക്കണമേ. കണ്ട, അള്ളാഹു നിർദ്ദിഷ്ട സ്ഥലത്ത്, അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത്, അള്ളാഹുവിന്റെ മാപ്പിങ്ങിൽ, അള്ളാഹുവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ആ മഹാന്മാർ പള്ളി പടുത്തുയർത്തുന്നത്. പക്ഷെ അപ്പോൾ പോലും അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹുവേ ഇത് നമ്മളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന്. അതാണ് സഹോദരന്മാരെ അദ്ദുആ ഹുവൽ ഇബാദ എന്ന് പറയുന്നത്. ഇബാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്
ദുആയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്, നബിയെ പറയണം, ഖുൽ ഇന്നമാ അദു റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ, ആ റബ്ബിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല, ഒരു തരത്തിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. എൻ്റെ റബ്ബിനോട് മാത്രമേ ഞാൻ തേടുകയുള്ളൂ, അവനെ മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ, അവനോട് മാത്രമേ ഞാൻ ചോദിക്കുകയുള്ളൂ. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅല്ലാഹി അഹദ. പള്ളി അല്ലാഹുവിനുള്ളതാണ്. ആ പള്ളികളിൽ വെച്ച് നിങ്ങൾ ഒരാളെയും വിളിക്കാൻ വേണ്ടി പാടുള്ളതല്ല, ഒരാളോട് ദ്വാരക്കാൻ വേണ്ടി പാടുള്ളതല്ല, ഒരാളോടും തേടാൻ വേണ്ടി പാടുള്ളതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മളോട് പഠിപ്പിച്ചു. ഇത്ര ആയത്താണ് സുഹൃത്തുക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന തദഊന മിൻ ദൂനി ലാ യസ്തതീഉന നസ്റക്കും വലാ അൻഫുസുഹും യൻസുറൂൻ. അല്ലാഹുവിന്റെ പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അത് ഏത് ശക്തവന്മാരാവാം, ഏത് മഹാന്മാരാവാം, വലികളാവാം, പ്രവാചകന്മാരാവാം, അമ്പിയാക്കളാവാം, അവർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല, അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ സാധ്യമല്ല. വലാ അൻഫുസുഹും യൻസുറൂൻ, അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ സാധ്യമല്ല. എത്ര പ്രവാചകന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, എത്ര പ്രവാചകന്മാർ പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശത്രുക്കളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തേക്ക് ഉയർത്തിക്കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം നൽകി, ശത്രുക്കൾ വധിക്കുമെന്ന് കണ്ടപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലാഹുവിന്റെ പുറമെ വിളിച്ചു തേടുന്ന ആൾക്കാരുണ്ടല്ലോ, വലാ അൻഫുസുഹും യൻസുറൂൻ, അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന്റെ പുറമെ വിളിക്കപ്പെടുന്ന ആൾക്കാർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അവരെ വിളിച്ചു നോക്ക്, നിങ്ങളുടെ ഏതെങ്കിലും പ്രയാസം നീക്കിത്തരാം എന്ന രീതിയിൽ അവർ ഉത്തരം നൽകട്ടെ. അങ്ങനെയുള്ള കഴിവുള്ളവരാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തമായ മാനദണ്ഡം ഇക്കാര്യത്തിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടു. അല്ലാഹുവിനെ മാത്രമേ വിളിക്കാൻ വേണ്ടി പാടുള്ളൂ, വേറെ ഒരാളെയും വിളിക്കാൻ വേണ്ടി പാടുന്നില്ല. ഇത് പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പറയും, സഹോദരന്മാരെ, ദുആ എന്ന് പറഞ്ഞാൽ അതിന് വിളിക്കുക എന്ന അർത്ഥമുണ്ട്, ക്ഷണിക്കുക എന്ന അർത്ഥമുണ്ട്, പ്രബോധനം ചെയ്യാൻ അർത്ഥമുണ്ട്, തെളിക്കുക എന്ന അർത്ഥമുണ്ട്, സഹായം തേടാ എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ട് ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ബദരീങ്ങളോട് ദുആ ഇരിക്കുന്നില്ല, ബദരീങ്ങളോട് സഹായം ചോദിക്കുകയാണ്. മൊയ്തീശയ്ക്ക് കാക്കണേ എന്ന് പറഞ്ഞാൽ മൊയ്തീശയ്ക്ക് ദുആ ഇരിക്കുന്നില്ല, മൊയ്തീശിക്കനോട് നമ്മൾ എന്ത് ചെയ്യാണ്, സഹായം ചോദിക്കുകയാണ് എന്ന ദുർന്യായം നടത്തുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള ഇതിന് വാദിക്കുന്ന ചില സഹോദരന്മാരെ. ഖുർആന്റെ വ്യക്തമായ നസ്സുണ്ടായിരിക്കും. ഇപ്പൊ ഖുർആൻ പറഞ്ഞു, ഫലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിശത്തുൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തെക്കുള്ള അടുക്കരുത്, അത് ഏറ്റവും വൃത്തികെട്ട സംഗതിയാണ് എന്ന് പറഞ്ഞിരിക്കെ അതിനെ ന്യായീകരിക്കുക. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇണചേരലാണ്, അത് രമിക്കലാണ്, അത് ലയിക്കലാണ്. നമ്മൾ വ്യഭിചരിക്കുന്നില്ല. നമ്മൾ വ്യഭിചരിക്കുന്നില്ല, നമ്മൾ ഒരു തരം അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഒരു തരം ലയിക്കലാണ്, ഒരു തരം സുഖിക്കലാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ മാത്രമേ വിളിക്കാൻ വേണ്ടി പാടുള്ളൂ, ദ്വാരിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞിരിക്കെ മറ്റൊക്കെയും ന്യായങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു അല്ലാഹുവിനെ മാത്രം ഭയക്കണം എന്നുള്ളത്. ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദ് ഫഇയ്യായ ഫർഹബൂൻ, എന്നെ മാത്രമേ ഭയക്കാൻ വേണ്ടി പാടുള്ളൂ. അത് അടിസ്ഥാനമായ തത്വമാണ്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? നമുക്ക് പാമ്പിനെ കാണുമ്പോൾ ഭയം ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് രോഗഭയം ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ഭയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അടിസ്ഥാനം എന്താണ്? ഫഇയ്യായ ഫർഹബൂൻ, എന്നെ മാത്രം ഭയക്കണം എന്ന് പറഞ്ഞാൽ അതെന്താണ്? വിശ്വാസികളെ ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ലിയലം അല്ലാഹു മൻ യഖാഫു ബിൽ ഗൈബ്, അവർ അദൃശ്യമായി അല്ലാഹുവിനെ മാത്രം ഭയക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? അത് ഭയം എന്ന് പറഞ്ഞാൽ അബൗദികമായ ഒരു ശക്തിയെ ശക്തമായി ഭയക്കുന്ന ഒരു രീതിയാണ്. സാധാരണമായ ഭൗതികമായുള്ള ഭയത്തെ പറ്റിയല്ല അത് പറയുന്നത്. കാരണം പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോൾ നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് മലക്കുകൾ വേഷം മാറിയിട്ട് വരുന്നുണ്ടായിരുന്നു. അവർ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് പുറപ്പെട്ടതായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താക്കി? ഒരു കാളക്കുട്ടിനൊക്കെ വേവിച്ച് അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. ഖുർആൻ പറയുന്നുണ്ട്, അവരുടെ കൈ അതിലേക്ക് നീങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹത്തിന് വല്ലാത്തൊരു ഭയമുണ്ടായി എന്ന. കാരണം ഈ വന്നത് ആരാണ്? ഇത് സാധാരണക്കാരല്ലാത്തതല്ലോ, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ, ഇത് മലക്കുകളാ മറ്റോ ആയിപ്പോയോ? അദ്ദേഹം പേടിച്ചു എന്നാ. അപ്പൊ അവര് പറഞ്ഞു, കാലു ലാ തഖഫ്, നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്,
നമ്മൾ ലൂത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ്, നിങ്ങൾ പേടിക്കണ്ട. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൗന്റെ അടുത്ത് പടിയിട്ടു, പാമ്പായി. അവരും പടിയിട്ടു. ആദ്യം അത് പാമ്പാകാൻ വേണ്ടി തുടങ്ങി. എന്താ ഖുർആൻ പറഞ്ഞേ? മൂസാക്ക് വല്ലാത്തൊരു ഭയം ഉണ്ടായി, വല്ലാത്തൊരു പേടി ഉണ്ടായി. കാരണം ഫിറൗന്റെ മജീഷ്യന്മാർ വടിയിട്ടിട്ട് പാമ്പായിട്ട് ഇങ്ങനെ കറങ്ങുന്ന കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശക്തമായി പേടിച്ചു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞ? എന്നെ മാത്രമേ നിങ്ങൾ പേടിക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ ഇവിടെ പ്രവാചകന്മാർ പേടിച്ച പേടി ഏതാ? സാധാരണഗതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മൾ സാധാരണഗതിയിൽ നമുക്കുണ്ടാകുന്ന ഭയമാണ്. അതൊരു അബൗദിക ശക്തിയെ തേടിയുള്ള ഭയമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനെ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അള്ളാഹുവോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അള്ളാഹുവോട് മാത്രം തേടുന്ന കാര്യങ്ങൾ, അത് ബദരീങ്ങളെ കാക്കണേ, മൊയ്തീശയ്ക്ക് കാക്കണേ, ഡിഫായിഷയ്ക്ക് കാക്കണേ എന്ന് പറഞ്ഞാൽ അത് അവർക്കുള്ള ഇബാദത്തായി, അവർക്കുള്ള ദുആയായി. ഒരു കാര്യം കൂടി പറയാം, ദുആന്റെ സത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ സംഗതിയാണ്. ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശീൻ. പ്രവാചകന്മാർ നമ്മോട് ദുആയിരിക്കുന്നവരായിരുന്നു, അവർ നന്മകളിൽ മുന്നേറുന്നവരായിരുന്നു, നന്മകളിൽ മുന്നേറുന്നവരാണ്. ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബാ. അവർ നമ്മോട് പേടിച്ചുകൊണ്ടും ആശിച്ചുകൊണ്ടും ദുആയിരിക്കുന്നവരാണ്. പ്രവാചകന്മാരുടെ ദുആയെ പറ്റി പറയാൻ, അവർ നമ്മോട് ആശിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും ദുആയിരിക്കുന്നവരാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് ഉദൂ റബ്ബക്കും തദറുവൻ വഖുഫിയ, നിങ്ങൾ താഴ്മയായിക്കൊണ്ടും രഹസ്യമായിക്കൊണ്ടും അല്ലാഹുവിനോട് ദുആയിരിക്കണം. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, പതിരിടുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിയ, ഭൂമിയിൽ നന്മ വന്നതിന് ശേഷം കുഴപ്പമുണ്ടാക്കരുത്. വദഉ ഖൗഫൻ വതമാ, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനോട് ദുആയിരിക്കേണ്ടത്? ഭയപ്പാടോട് കൂടിയും പ്രതീക്ഷയോട് കൂടിയും നിങ്ങൾ അള്ളാഹുവിനോട് ദുആയിരിക്കണം. അപ്പൊ ഭയവും പ്രതീക്ഷയും എന്തിലുണ്ടായിരിക്കണം? ദുആയിലുണ്ടായിരിക്കണം. അതുകൊണ്ട് രാത്രി നിസ്കാരക്കാരെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വതമാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. പാതിരാക്കൊക്കെ തഹജ്ജുദൊക്കെ എണീറ്റ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എണീക്കുന്ന ആൾക്കാർ അവരെങ്ങനെയാണ് എണീക്കുന്നത്? യദഊന റബ്ബഹും ഖൗഫൻ വതമാ, അവരുടെ റബ്ബിനോട് ആശിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും ദുആയിരിക്കുന്ന രീതിയിലാണ് അവർ എഴുന്നേൽക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പൊ ദുആയിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഗുണമാണ് ആശയും പ്രതീക്ഷയും എന്ന് പറയുന്നത്. ഈ ആശയും പ്രതീക്ഷയും വെച്ചുള്ള തേട്ടം അത് അള്ളാഹുവിനോടായാൽ അതെന്തായി? അള്ളാഹുവിനോടുള്ള ദുആയായി. ഈ ആശയും പ്രതീക്ഷയും വെച്ചുള്ള തേട്ടം ശബരിമല അയ്യപ്പനോടോ അല്ലെ ഗുരുവായൂരപ്പനോടോ മൂകാംബിക കൊടുങ്ങല്ലൂർ കാടാമ്പുഴ അതുപോലെ തന്നെ നാഗൂർ അജ്മീർ ഏർവാടി മുത്തപ്പെട്ട ഔലിയാക്കന്മാരോടോ അല്ലെ ഉള്ളാർത്തങ്ങളോടോ മമ്പറത്തങ്ങളോടോ മംഗലാപുര ഷെയ്ഖിനോടോ രാമതലി ശോതാക്കളോടോ മുനമ്പത്തി ബീവിയോടോ മൂന്ന് പെറ്റുമയോടോ ആരെങ്കിലും വെച്ച് പുലർത്തിയാൽ എന്തായി? അത് അവർക്കുള്ള ദുആയായി. വളരെ എളുപ്പമാണ് കാര്യത്തിന്. അവിടെ ഇവിടെ ഒന്നും പോണ്ട. ആശയും പ്രതീക്ഷയും വെച്ചുള്ള തേട്ടം അല്ലാഹുവിനോട് നടത്തിയാൽ അല്ലാഹുവിനുള്ള ദുആയ. ആശയും പ്രതീക്ഷയും വെച്ചുള്ള തേട്ടം അല്ലാഹു അല്ലാത്ത അവന്റെ അടിമകളോട് നേരെ തിരിച്ചാൽ അത് അവർക്കുള്ള ദുആയ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ദുആയെ പറ്റി മനസ്സിലാക്കുകയും അതിൽ നിന്ന് വഴി തെറ്റാതെ കൃത്യമായ അവബോധത്തോടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതിൽ നിന്ന് വഴി തെറ്റിയാൽ പിന്നെ ഒരു പിടുത്തം ഉണ്ടാവുകയില്ല. നാളെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തിയാൽ വിരൽ കടിക്കേണ്ട അവസ്ഥയുണ്ടാവും. കൊടിയ പാതകമായ ശിർക്കിലേക്ക് എത്തുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ചില സഹോദരന്മാർക്ക് വ്യാപിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഗൗരവത്തോടു കൂടി ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള മിക്ക മാല മൗലീദ് പാട്ടുകളിലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്ന, നേർക്ക് നേരെ സഹായം ചോദിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരുപാട് വരികൾ കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഉമ്മമാർ, നമ്മുടെ അതുപോലെ തന്നെ ഉപ്പാപ്പമാർ ഒക്കെ ചൊല്ലിയ മൗലീദുകളൊക്കെ നിങ്ങൾ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്ന ഒരുപാട് വരികൾ അതിലൊക്കെയും തിരികെ കയറ്റിയതായി കാണാൻ വേണ്ടി സാധിക്കും.
യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, അള്ളാഹുവിനോടല്ലാത്തവരോടുള്ള പ്രാർത്ഥന, യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അള്ളാഹുവിനോടല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഒരു തരത്തിലും ഫലം ചെയ്യില്ല. ഒന്നവർ കേൾക്കൂല. ദുആ കേൾക്കാനുള്ള ശക്തി അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണുള്ളത്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ദുആ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഭയവും പ്രതീക്ഷയും വെച്ചുള്ള തേട്ടം. ഈ ഭയവും പ്രതീക്ഷയും അത് ആർക്കും മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ? മനസ്സിന്റെ അന്തരാളങ്ങൾ അറിയുന്ന മഹാശക്തിക്ക് മാത്രമേ ഇവൻ തേടുന്ന തേട്ടത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഗൗരവത്തോട് മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആയെ പറ്റിയൊക്കെ പറയുമ്പോൾ അറിവിനെയും കേൾവിയും ബന്ധിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. കണ്ടാ, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മാഈൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർക്കും പറയാൻ, ഇന്നക അന്ത സമീഉൽ അലീം, നീയാണ് കേൾക്കുന്നവനും നീയാണ് അറിയുന്നവനും എന്ന് പറയുന്നത്. നമ്മുടെ ഈ തേട്ടം അതിനെപ്പറ്റി അറിയുന്നവൻ നീയാണ് ഈ ദുആ എന്നത് അത് കേൾക്കുന്നവൻ. അതുകൊണ്ടാണല്ലോ ഇത് ഇമ്രാന്റെ ഭാര്യയെ പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, ഞാനിതാ എൻ്റെ കുടലിലുള്ളത് നിനക്കായി നേർച്ച ചെയ്തിട്ടുണ്ട്. ഫതഖബ്ബൽ മിന്നി, അല്ലാഹുവേ ഇത് നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. ഇന്നക അന്ത സമീഉൽ അലീം, നീയാണല്ലോ കേൾക്കുന്നവനും നീയാണല്ലോ അറിയുന്നവനും. എൻ്റെ കുടലിലുള്ള എന്താണുള്ളത് എന്നത് അത് നിനക്കറിയാം, നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. അവർ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആയിരുന്നു, ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, അല്ലാഹുവേ നീ എനിക്ക് ഒരു നല്ലൊരു സന്താനത്തെ പ്രദാനം ചെയ്യണമേ. ഇന്നക സമീഉ ദുആ, നീയാണല്ലോ ദുആയ കേൾക്കുന്നവൻ. ദുആയ കേൾക്കാരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുക. അപ്പൊ മനുഷ്യനെ അറിയുന്നവന് മാത്രമേ ദുആയ കേൾക്കാൻ വേണ്ടി പറ്റുകയില്ല. കാരണം പല രൂപത്തിലും ദുആയിരിക്കാം. തട്ടിപ്പുകൾ നടത്താം, വെട്ടിപ്പുകൾ നടത്താം. സഹോദരന്മാരെ ഒന്ന് അറിയണം. രണ്ടാമത്തത് ഉത്തരം കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അറിയുന്നവന് മാത്രമേ ഉത്തരം കൊടുക്കാനുള്ള, ഇസ്തിജാബ് കൊടുക്കാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആയെ പറ്റി പറഞ്ഞപ്പോൾ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമ എന്നെ പറ്റി താങ്കളോട് ചോദിച്ച ഞാൻ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക റസൂലേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅ, പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ നാം ഉത്തരം കൊടുക്കും. കേട്ടാ, ചോദിക്കുന്നവൻ ചോദിക്കുമ്പോൾ നാം ഉത്തരം കൊടുക്കും. ആവശ്യപ്പെടുന്നവൻ ആവശ്യപ്പെടുമ്പോൾ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ നാം ഉത്തരം കൊടുക്കും. പക്ഷെ ഒരു കണ്ടീഷൻ, വൽയസ്തജീബൂലി, എന്റെ ഈ ആഹ്വാനുണ്ടല്ലോ അവൻ അനുസരിച്ചു കൊള്ളട്ടെ, വൽയുഅ്മിനൂ ബി, എന്നെക്കൊള്ളവൻ വിശ്വസിച്ചു കൊള്ളട്ടെ, ലഅല്ലഹും യർഷദൂൻ, അവർ സന്മാർഗികളാകാൻ വേണ്ടി. അപ്പൊ ഉത്തരം കൊടുക്കാനുള്ള കഴിവ് അത് പരമപ്രധാനമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന, ദുആയ തേട്ടം അത് മാത്രമാണ് ന്യായമായ തേട്ടമായിട്ടുള്ളത്. ബദരീങ്ങളെ കാക്കണേ, മുദീശിക്കെ കാക്കണേ, റിഫായിഷക്കെ കാക്കണേ, നാഗൂർ, അജ്മീർ, ഏർവാടി, മുത്തപ്പെട്ട ഔലിയാക്കന്മാരെ കാക്കണേ, അർത്ഥശൂന്യമാണ്, ഫലം ചെയ്യില്ല. അവനോടുള്ള തേട്ടം മാത്രമാണ് ന്യായമായിട്ടുള്ളത്. വല്ലദീന യദ്ഊന മിൻ ദൂനി, അല്ലാഹുവിന്റെ പുറമെ നിങ്ങൾ ആരോട് തേടിയാലും ലാ യസ്തജീബൂന ലഹും ബിശൈ, അവർ ഒന്നിനും ഉത്തരം കൊടുക്കില്ല, ഒന്നിനും ഉത്തരം കൊടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാർ, എത്ര ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ചിന്തയും ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅ, കഷ്ടപ്പെടുമ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ, പ്രയാസത്തിലുള്ള ഒരുത്തന്റെ പ്രാർത്ഥന, ദുരിതത്തിലുള്ള ഒരുത്തന്റെ പ്രാർത്ഥന, ബുദ്ധിമുട്ടിലുള്ള ഒരുത്തന്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന ഒരുത്തനുണ്ടോ? അല്ലാഹു ചോദിക്കാൻ, അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅ വയക്ഷിഫു സൂ, ആ പ്രതിസന്ധി മാറ്റിക്കൊടുക്കുന്ന ഒരുത്തരുണ്ടോ? അങ്ങനെ ഒരാളുണ്ടോ? ഒരു കഴിവുള്ള ഒരുത്തരുണ്ടോ? ഒരു ശക്തിയുണ്ടോ? ഇല്ല. വയജഅലക്കും ഖുലഫാഇൽ അർദ്, ഭൂമിയിൽ നാം പ്രതിനിധികളെ നിശ്ചയിച്ചിട്ടുണ്ടോ? വേറെ ആരെങ്കിലും നമ്മളെ ആ ചുമതല നൽകിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശക്തിക്കും കൊടുത്തിട്ടില്ല, ഒരു വ്യക്തിക്കും കൊടുത്തിട്ടില്ല, ഒരു സൃഷ്ടിക്കും കൊടുത്തിട്ടില്ല. ആ കഴിവ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മാത്രം പരിമിതമായ കഴിവാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വമൻ അല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ,
ഖിയാമത്ത് നാൾ വരെ ഉത്തരം കൊടുക്കാത്ത, ഖിയാമത്ത് നാൾ വരെ മറുപടി കൊടുക്കാത്ത, ഖിയാമത്ത് നാൾ വരെ ഒരു ഫലവും ചെയ്യാത്ത അങ്ങനെയുള്ള ആളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ, വിളിച്ച് തേടുന്നവൻ എത്ര വലിയ വഴിപടച്ചവനാണ്, എത്ര വലിയ വഴിപടച്ചവനാണ്. അത് അവരുടെ ദുആയെ തൊട്ട് അവർ അശ്രദ്ധാലുക്കളാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ദുആയെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങൾ, ഇത്തരം അനാചാരങ്ങൾ, ഇത്തരം ശിർക്കം വിശ്വാസങ്ങൾ, അതിനെക്കുറിച്ച് കൃത്യമായ അവബോധം നമ്മൾ ഉണ്ടാകുന്നതോടുകൂടി നമ്മൾ അല്ലാഹുവിലേക്ക് ധാരാളം ദുആകൾ വർദ്ധിപ്പിക്കേണ്ട അനിവാര്യത കൂടി നമുക്കുണ്ട്. ഇന്നത്തെ ഫാസ്റ്റ് യുഗത്തിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന യുഗത്തിൽ സമയം അത്രയും പെട്ടെന്ന് നീങ്ങി പോവുകയാണ്. പക്ഷെ നമ്മളിൽ നിന്ന് അന്യം നിൽക്കുന്ന ഏറ്റവും വലിയ സംഗതി എന്ന് പറഞ്ഞാൽ ദുആയാണ്. ദുആയിരിക്കാൻ സമയമില്ലാത്തൊരവസ്ഥയാണ്. എല്ലാറ്റിനും സമയമുണ്ടാവും. ഭൗതികമായിട്ടുള്ള കാര്യത്തിൽ, കല്യാണത്തിന് പോക്ക്, വീട്ടിക്കൂടലി, സൽക്കാരത്തിന് പോക്ക്, പുതിയ ട്രെൻഡുകളുടെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അള്ളാഹുവിനോട് കൃത്യമായി ചോദിക്കുന്ന കാര്യം ചോദിക്കാതിരിക്കുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടായാൽ, സഹോദരന്മാരെ, എന്തെങ്കിലും പ്രതിസന്ധി നമ്മൾ വന്നാലുണ്ടല്ലോ, ആ പ്രതിസന്ധികളിൽ വന്ന് അള്ളാഹുവിനോട് ദുആയിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി തരികില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം. പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ദുആയിരിക്കും. എന്നാൽ നന്മയുടെ കാലത്ത്, നല്ല ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ അള്ളാഹുവിനോട് ദുആയ നമ്മൾ മറന്നുപോയ എന്താ അവസ്ഥ വരിക? പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ഉയർത്തുന്ന കൈകളുണ്ടല്ലോ, ആ കൈകൾക്ക് അള്ളാഹു മറുപടി നൽകില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം നമ്മുടെ മുന്നിലുണ്ട് എന്നിരിക്കെ ദുആകൾ വർദ്ധിപ്പിക്കേണ്ട അനിവാര്യത നമുക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ദുആയെക്കുറിച്ച് കൃത്യമായി പഠിക്കുക, അത് വർദ്ധിപ്പിക്കുക, ജീവിതത്തിൽ അള്ളാഹുവിനെക്കുള്ള അടുക്കാൻ വേണ്ടിയിട്ടുള്ള അസുലഭമായ ഇത്തരം അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മൾ ജന്മം കൊണ്ട് മുസ്ലിങ്ങളായവരാണ്. അതുകൊണ്ട് തന്നെ എന്താണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബിൽ പറയുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ എന്താണ് ഉള്ളത്, എന്താണ് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച ദീൻ ഏതായിരുന്നു, ഇങ്ങനെ പല രൂപത്തിലുള്ള പലതരം ഗ്രൂപ്പുകളും പലതരം സംഘടനകളും പലതരം ആശയങ്ങളും പല മസ്ജിദുകളും ഉണ്ടായിരിക്കെ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ദീൻ പഠിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ദീൻ പഠിക്കാൻ, സഹാബികളുടെ നടപടിക്രമങ്ങളിൽ നിന്ന് ദീൻ പഠിക്കാനുള്ള ഒരു ശ്രദ്ധയും ഒരു താല്പര്യം നമ്മൾ വെച്ച് പുലർത്തണം. മറ്റൊക്കെയും പിന്നീട് ഇതിലേക്ക് കൂടിക്കിടന്ന വഴിത്താരകളും അവിടുന്ന് വരുന്ന മാലിന്യങ്ങളും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദീൻ പഠിക്കുന്നവരാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ സദാ മരുന്നുകൾ കൊണ്ട് മാറാ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, വേദന സംഹാരികളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, വാർദ്ധക്യത്തിലോ ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴിത്താരകളിലോ വെച്ചു ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ നിരന്തരം ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, അല്ലാഹുവേ, എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കാം. അല്ലാഹുവേ, ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം അന്ത്യസമയമാക്കുകയും യഖീനോട് കൂടി ദൃഢതയോടുകൂടി നിനക്ക് ഇബാദത്തുകൾ ചെയ്ത് ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, നമ്മുടെ ജീവിതം മുഴുവനും നീ സൗഖ്യവും സമാധാനവും നീ പ്രദാനം ചെയ്യണമേ. നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും നമ്മളാൽ ഒരു കൺകുളിർമയും അവരാൽ ഇങ്ങോട്ടും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി